വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 17th ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 18th, 19th ആൻഡ് 20th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ? എന്താണ് 18th ക്വസ്റ്റ്യനിലും എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്താണ്? If vector A is equal to 2y cap minus j cap plus k cap and vector B is equal to I cap plus 2j cap minus 3k cap and vector C is equal to 3I cap plus pj cap plus 5k cap are coplanar, then the value of P, അതായത് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഈ 3 വെക്ടേഴ്സും കോപ്ലാനാർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്റെ വാല്യൂ കാണാനാണ്. അതിന് മുന്നേ കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 3 വെക്ടേഴ്സ്, ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ആണ്. ഈ പ്ലെയിനിൽ എന്തുണ്ട്? 3 വെക്ടേഴ്സ് ഉണ്ട്. എ ബി സി 3 വെക്ടേഴ്സ് ഉണ്ട്. ഇതെന്താണ്? സെയിം ഡയറക്ഷനിലാണ്, പാരലൽ ആണ് അല്ലേ? ഇതിന് ഇവിടെ വേറൊരു എ ബി സി, ഇവിടെ വേറൊരു വെക്ടർ ഉണ്ട്, വെക്ടർ ഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? പാരലൽ ആണ്, സെയിം ഡയറക്ഷനിലാണ്. സോ ഇത് എന്താണ്? ഇത് ഈ ഒരു പ്ലെയിനകത്താണ് ഈ 3 വെക്ടേഴ്സ് പാരലൽ ആൻഡ് സെയിം ഡയറക്ഷനിലുള്ളത്. ഈ ഡി എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ഡി എന്ന് പറയുന്നത് ഈ പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? ഈ പ്ലെയിനിന്റെ സെയിം ഡയറക്ഷനിലായിട്ട് പാരലൽ ആയിട്ടാണ് വെക്ടർ ഡി എന്ന് പറഞ്ഞ് കിടക്കുന്നത്, വെക്ടർ ഡി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെയുള്ള വെക്ടേഴ്സിനെയാണ് എന്ത് പറയുന്നത്? കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് പാരലൽ ആണ്, സെയിം ഡയറക്ഷനിലാണ് പോണത്. ഓക്കെ, അതിനെയാണ് കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നോക്കിക്കേ, ഇവിടെ 3 വെക്ടേഴ്സ് ഉണ്ട്, 3ഉം കോപ്ലാനാർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജെന്റെ കോഎഫിഷ്യന്റ് തന്നിട്ടില്ല. ഇവിടെ എന്താണ്? 3i പ്ലസ് pj പ്ലസ് 5k ആണുള്ളത്. പിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എങ്ങനെയാ ചെയ്യാം? വെക്ടേഴ്സ്, അതായത് ഗിവൺ വെക്ടേഴ്സ് വെക്ടർ എ ബി സി ആർ കോപ്ലാനേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് 3 വെക്ടേഴ്സ് കോപ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ 3ൻ്റെയും പ്രൊഡക്റ്റ് എടുത്തിട്ട്, അതായത് എ ബി സി വെക്ടർ എ ബി സി പ്രൊഡക്റ്റ് അല്ല, വെക്ടർ എ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? ഇവിടെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും കോയിഫിഷ്യൻസ് എഴുതാം. ഫസ്റ്റ് നമുക്ക് എൻ്റെ എഴുതാം. എൻ്റെ കോയിഫിഷ്യൻസ്, ഐൻ്റെ കോയിഫിഷ്യൻ്റ്, അതായത് ഇതെന്ന് പറയുന്നത് ഐൻ്റെ കോയിഫിഷ്യൻസ് മാത്രം, ഇവിടെ ജെൻ്റെ കോയിഫിഷ്യൻസ്, ഇവിടെ കെൻ്റെ കോയിഫിഷ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത് എ, ഇത് ബി, ഇത് സി. എയുടെ കോയിഫിഷ്യൻസ് ഏതൊക്കെയാണ്? 2, -1 ആൻഡ് 1. ബിൻ്റെത് 1, 2, -3. സിൻ്റെത് എന്താണ്? 3, p, 5. ഈ പി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിഞ്ഞൂടെ? എങ്ങനെയാണ് ഒരു ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിഞ്ഞൂടെ അല്ലേ? അപ്പം എന്ത് ചെയ്യാം? ഇവിടെ 3 × 3 ആണ് ഈ മെട്രിക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? 2 × ഇതെടുക്കാം അല്ലേ? 2 × ഈ റോ എൻ്റെ കോളം എടുത്തു കഴിഞ്ഞാൽ 10, 2 × 5 10 മൈനസ് 3p. അപ്പോൾ മൈനസ് എന്തായി? പ്ലസ് ആയി. അപ്പോൾ എന്ത് കിട്ടി? 2 × 10 പ്ലസ് 3p പ്ലസ്, ഇനി അടുത്ത് എന്ത് ചെയ്യാം? സെക്കൻഡ് കോളം എടുക്കുക. സെക്കൻഡ് കോളം എന്താണ്? -1. അപ്പോൾ ഇവിടെ എന്ത് വരും? ആക്ച്വലി ഇവിടെ -1 ആണ്. ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. അപ്പോൾ പ്ലസ് 1 × ഇത് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് കോളം ആൻഡ് ഈ റോ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 5 × 1 5 മൈനസ് 3 × -3 എന്ത് വരും? +9 ആയി. ദെൻ അടുത്തത് എന്താണ്? തേർഡ് കോളം എന്താണ്? 1 ആണ് അല്ലേ? അപ്പോൾ 1 × ഇവിടെ എന്ത് വരും? p -6 എന്ന് വരും. ഓക്കെ, 1 × p -6. ഇങ്ങനെയല്ലേ നമ്മളൊരു ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ? ഡിറ്റർമിനന്റ് ചെയ്യാൻ എല്ലാവർക്കും പറഞ്ഞൂടെ? മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ പഠിച്ചതല്ലേ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്? അതുകൊണ്ടാണ് ഞാനത് വല്ലാണ്ട് പറയാത്തത് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. ദെൻ
ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 20 + 6p + 14 + p - 6. അപ്പോൾ 6p + p എന്താവും? 7p കിട്ടി. 20 + 14 - 16 എന്താവും? 28 ആയി. ദെൻ ഇതിന് എങ്ങനെ എഴുതാം? 7p = -28. സോ p എന്ന് പറയുന്നത് എന്തായിരിക്കും? 28/7 വരും, വിച്ച് ഇസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. പിന്റെ വാല്യൂ എന്താണ്? -4 എന്ന് കിട്ടി. അതായത് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. എ വെക്ടർ, എ വെക്ടർ, ബി വെക്ടർ, സി എന്ന് പറഞ്ഞ 3 വെക്ടേഴ്സ് ഉണ്ട്. ഈ 3 വെക്ടർ എന്താണ്? കോപ്ലാനാർ ആണ്. അതായത് 3ഉം സെയിം ഡയറക്ഷനിൽ അതിന്റെ പാരലൽ ആയിരിക്കും. അപ്പോൾ ഇത് 3ഉം കോപ്ലാനാർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ തേർഡ് വെക്ടർ സിയിലുള്ള ജെൻ്റെ കോയിഫിഷ്യൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. പിന്റെ വാല്യൂ തന്നിട്ടില്ല. ജെൻ്റെ കോയിഫിഷ്യൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്? കോപ്ലാനാർ ആണെങ്കിൽ 3 വെക്ടേഴ്സ് കോപ്ലാനാർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഐ ജെ കെ അതിൻ്റെ 3ൻ്റെയും കോയിഫിഷ്യൻസ് എഴുതിയിട്ട്, അതായത് എ ബി സി, ഇത് ഐൻ്റെ കോയിഫിഷ്യൻസ് ഇവിടെ എഴുതുക ഫസ്റ്റ് കോളം, ജെൻ്റെ കോയിഫിഷ്യൻസ് സെക്കൻഡ് കോളം, കെൻ്റെ കോയിഫിഷ്യൻസ് തേർഡ് കോളം. ഇങ്ങനെ എഴുതിയിട്ട് =0 കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി =0 ആയിരിക്കും 3 വെക്ടേഴ്സ് കോപ്ലാനാർ ആണെങ്കിൽ. പിന്നെ അതിന് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വെക്ടർ എ എഴുതാം. വെക്ടർ എന്റെ വാല്യൂ എഴുതാം. വെക്ടർ എന്റെ വാല്യൂ ആണ് ഇത് ഫുള്ള്. അതായത് ഇത് ഐൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, ഇത് ജെൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, ഇത് കെൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. ദെൻ വെക്ടർ ബിൻ്റെ കോയിഫിഷ്യൻസ് എഴുതാം. ദെൻ വെക്ടർ സിൻ്റെ കോയിഫിഷ്യൻസ് എഴുതാം. അപ്പോൾ ഒരു ഡിറ്റർമിനൻ്റ് ആയില്ലേ? =0 കൊടുത്തിട്ട് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിഞ്ഞൂടെ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിറ്റർമിനന്റ് ഓഫ് വെക്ടർ എ ബി സി =0. 3 വെക്ടേഴ്സ് കോപ്ലാനാർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇഫ് എ യൂണിറ്റ് വെക്ടർ ആൻഡ് ഇഫ്, ഇവിടെ എ എന്ന് പറയുന്നത്, ഇവിടെ എന്റെ മേലെ ഒരു വെക്ടർ ഉണ്ട് കേട്ടോ. എ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. വെക്ടർ എ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. ആൻഡ് വെക്ടർ എക്സ് മൈനസ് വെക്ടർ എ ഡോട്ട് ഓർ ഇൻറ്റു വെക്ടർ എ പ്ലസ് വെക്ടർ എക്സ് പ്ലസ് വെക്ടർ എ =15 ആണെങ്കിൽ then the value of modulus of vector x is, അതായത് വെക്ടർ എ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അതായത് വെക്ടർ എന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ വെക്ടർ എന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ വെക്ടർ എക്സ് മൈനസ് വെക്ടർ എ ഇൻറ്റു വെക്ടർ എക്സ് പ്ലസ് വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? 15 ആണെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്യാം? നമുക്ക് തന്നിട്ടുണ്ട് വെക്ടർ എ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എ എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അത് വെക്ടർ എ ആണ് കേട്ടോ. മേലെ ഈ വെക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അതായത് ഡിറ്റർമിനന്റ് ഓഫ് വെക്ടർ എ =1 ആണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? വെക്ടർ എക്സ് മൈനസ് വെക്ടർ എ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? വെക്ടർ എക്സ് പ്ലസ് വെക്ടർ എ =15 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത് ഇത് അല്ലേ? അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? a² മൈനസ് b² എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പം എങ്ങനെ കിട്ടും? വെക്ടർ x² മൈനസ് വെക്ടർ a² =15 എന്ന് കിട്ടും. ഇവിടെ വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? വെക്ടർ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് ഓഫ് ഡിറ്റർമിനന്റ് അല്ല, മോഡുലസ് ഓഫ് വെക്ടർ x² മൈനസ് 1 =15. ദെൻ എന്ത് കിട്ടും? വെക്ടർ x² ഈ -1 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 16 എന്ന് കിട്ടി. 16 from this modulus of x is equal to vector x is equal to എന്ത് കിട്ടി? square root of 16 എന്താണ്? 4 അല്ലേ? +1 - 4 അല്ലെങ്കിൽ 4. ഓക്കെ, ഇവിടെ മോഡ് വരുന്നതുകൊണ്ട് 4ന്റെ വാല്യൂ പ്ലസ് തന്നെ ആയിരിക്കും.
മോഡുലസ് ഓഫ് വെക്ടർ എക്സ് എന്ന് പറയുന്നത് എന്താണ് 4 ആണ് കിട്ടുക. മനസ്സിലായോ എങ്ങനെ ചെയ്തത് എന്ന്? അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെക്ടർ എ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ വാല്യൂ 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോമിൽ ആയതുകൊണ്ട് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് ആക്കിയിട്ട് എഴുതുക. ഇതിനെ റെഡ്യൂസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് വെക്ടർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് മോഡുലസ് ഓഫ് വെക്ടർ എ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 15. ഇവിടെ എന്താണ് ഗിവൺ നമുക്ക് തന്നിട്ടുണ്ട്? എന്താണ്? വെക്ടർ എ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് കിട്ടി? 1 കിട്ടി. ഇതിന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് വെക്ടർ എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 കിട്ടി. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് വെക്ടർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 4 എന്ന് കിട്ടി. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി അല്ലേ? 4. ഓക്കെ, മനസ്സിലായോ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന്? 18ാമത്തെ എ പാർട്ടും ബി പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ദെൻ ഇഫ് ദ വെക്ടേഴ്സ് ഇനി നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ വെക്ടേഴ്സ് 3i cap പ്ലസ് ലാംഡ j cap പ്ലസ് k cap ആൻഡ് 2i cap മൈനസ് j cap ആൻഡ് പ്ലസ് 8k cap are perpendicular to each other, then the value if lambda is. അതായത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന നമുക്ക് എ എന്ന് കൊടുക്കാം. ഫസ്റ്റ് വെക്ടർ എ, ഈ വെക്ടർ ബി. വെക്ടർ എ, വെക്ടർ ബി. അതായത് വെക്ടർ എ എന്ന് പറയുന്നത് 3i cap പ്ലസ് ലാംഡ ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്പ് ആണ്. വെക്ടർ ബി എന്താണ്? 2i cap മൈനസ് ജെ ക്യാപ് പ്ലസ് 8k cap ആണ്. രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഇത് വെക്ടർ എ ആണെങ്കിൽ ഇത് വെക്ടർ ബി ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡയുടെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കേണ്ടത് എന്താണ്? വെക്ടർ എ ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി ആണെങ്കിൽ രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ പെർപെൻഡിക്കുലർ, ദെൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി, രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടേണ്ടത്? വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഇത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 0. അതായത് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ടിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ് കിട്ടേണ്ടത്. മനസ്സിലായോ? രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് ഇങ്ങനെയായിരിക്കും. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി രണ്ടിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്, ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇവിടെ ഡോട്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കുക. സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 0 കിട്ടണം. മനസ്സിലായോ? അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. ഇത് എ, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 0. ഇവിടെ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ i cap ഇൻറ്റു i cap, അതായത് i cap ഡോട്ട് i cap എടുത്തു കഴിഞ്ഞാൽ 1 ആണ് വാല്യൂ വരിക. അതുപോലെ തന്നെ j cap ഇൻറ്റു j cap ഇസ് ഈക്വൽ ടു 1 ആണ്. k cap ഇൻറ്റു k cap എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ i cap ഇൻറ്റു j cap ഇസ് ഈക്വൽ ടു, ഇവിടെ ഡോട്ട് അല്ലേ എടുക്കുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3iനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 3iനെ j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 3iനെ 8k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ വാല്യൂസ് എന്തായാലും അറിഞ്ഞിരിക്കണം. സെയിം വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അതായത് i cap ഇൻറ്റു i cap ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്, j cap ഇൻറ്റു j cap 1 ആണ്, k cap ഇൻറ്റു k cap 1 ആണ്. ഇനി i cap ഡോട്ട് ആണ്, i cap ഡോട്ട് j cap ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. പിന്നെന്താണ്? i cap ഡോട്ട് k cap എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. ദെൻ j cap ഡോട്ട്
ഐ ക്യാപ്പ് ഈക്വൽ ടു 0 തന്നെയാണ്. ജെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ കെ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് ഈക്വൽ ടു 0 ആൻഡ് കെ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് ഈക്വൽ ടു 0. ഓക്കെ, സെയിം ഇതുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വരും? 1 വരും. ബട്ട് ഇവിടെ ഡിഫറെൻ്റ് ആണെങ്കിൽ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഐ ക്യാപ്പ് ഇൻറ്റു ഐ ക്യാപ്പ് 1 ആണ്, ജെ ക്യാപ്പ് ഇൻറ്റു ജെ ക്യാപ്പ് 1 ആണ്, കെ ക്യാപ്പ് ഇൻറ്റു കെ ക്യാപ്പ് 1 ആണ്. പക്ഷേ ഐ ക്യാപ്പ് ഇൻറ്റു ഇവിടെ ഇൻറ്റു എന്നല്ല പറയേണ്ടത്, ഡോട്ട് എന്നാണ് പറയേണ്ടത്. ഐ ഡോട്ട് ഐ ആണെങ്കിൽ 1 ആണ്, ജെ ഡോട്ട് ജെ ആണെങ്കിൽ 1 ആണ്, കെ ഡോട്ട് കെ ആണെങ്കിൽ 1 ആണ്. ഐ ഡോട്ട് ജെ ആണെങ്കിൽ 0, ഐ ഡോട്ട് കെ ആണെങ്കിലും 0, രണ്ടും ഡിഫറെൻ്റ് അല്ലേ? പിന്നെ എന്താണ്? ജെ ഡോട്ട് കെ ആണെങ്കിൽ 0, കെ ഡോട്ട് ജെ ആണെങ്കിൽ 0, കെ ഡോട്ട് ഐ ആണെങ്കിലും 0. അതുപോലെ തന്നെ ജെ ഡോട്ട് ഐ ആണെങ്കിലും എന്താണ്? 0 ആണ്. അത്രേ നോക്കണ്ടുള്ളൂ. സെയിം ആണെങ്കിൽ 1 ആയിരിക്കും, ഡിഫറെൻ്റ് ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3i ഇൻറ്റു 2y എന്ത് വരും? 3i ഇൻറ്റു 2y എന്ന് പറയുമ്പോൾ ഐ ഡോട്ട് ഐ എന്താവും? 3i ഡോട്ട് 2y ആണ്. അപ്പോൾ ഈ ഐ ഇൻറ്റു ഐ എന്ത് വരും? 1 വരും. അപ്പോൾ ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ? 3 ഇൻറ്റു 2 6 വരും. പിന്നെ ഇവിടെ എന്താണ് വരിക? പ്ലസ് 3i മൈനസ് മൈനസ് 3i ക്യാപ് ഇൻറ്റു ജെ ക്യാപ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ മൈനസ് ആണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. 3i ക്യാപ് ഡോട്ട് ജെ ക്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐ ഡോട്ട് ജെ ആണ്. അപ്പോൾ എന്താണ്? ആ ടേം 0 ആയി. അടുത്തത് എന്താണ്? 3i ക്യാപ് ഇൻറ്റു 8k ക്യാപ്പ് ആണ്. ഐ ക്യാപ് ഇൻറ്റു ഐ ക്യാപ് ഡോട്ട് കെ ക്യാപ്പ് എന്താണ്? 0 അല്ലേ? അപ്പോൾ ആ ടേം 0 ആയിപ്പോയി. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ലാംഡ ജെ ക്യാപ്പ് ഇൻറ്റു ലാംഡ ജെ ക്യാപ് ഡോട്ട് 2i ക്യാപ് എന്ത് വരും? 0 വരും. ജെ ഡോട്ട് ഐ ആണ്, സോ 0. ദെൻ ലാംഡ ജെ ഡോട്ട് ജെ ആണ്. അപ്പോൾ എന്ത് വരും? ജെ ഡോട്ട് ജെ 1 വരും. ജെൻ്റെ കോഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. സോ എന്ത് വരും? ലാംഡ ഡോട്ട് 1. ലാംഡ ഡോട്ട് 1 എന്ത് തന്നെയാണ്? ലാംഡ തന്നെയാണ്. അപ്പോൾ ലാംഡ എന്ന് കിട്ടി. ദെൻ പ്ലസ് ജെ ഡോട്ട് കെ 0 ആണ്. ദെൻ കെ ഡോട്ട് ഐ 0, കെ ഡോട്ട് ജെ 0. ബാക്കി എന്തുണ്ടാവും? കെ ഡോട്ട് കെ 1 ആണ്. സോ ഇവിടുത്തെ കോഫിഷ്യൻ്റ് 1 ആണ്. സോ 1 ഇൻറ്റു 8. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 6 മൈനസ് ലാംഡ പ്ലസ് 8 ഈക്വൽ ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു 6 പ്ലസ് 8 14 ആണ്. സോ ലാംഡ ഈക്വൽ ടു 14 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായോ? അതായത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആകുമ്പോൾ നോക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കണം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? വെക്ടർ എ എഴുതി, വെക്ടർ ബി എഴുതി, ദെൻ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സെയിം വെക്ടേഴ്സായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, യൂണിറ്റ് വെക്ടറായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. അതായത് ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ്പ് 0, ജെ ഡോട്ട് ജെ ഈക്വൽ ടു 0, കെ ഡോട്ട് കെ ഈക്വൽ ടു 0. ഓപ്പോസിറ്റ്, അതായത് ഡിഫറെൻറ്റ് യൂണിറ്റ് വെക്ടേഴ്സുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വരും? സോറി മാറിപ്പോയി. അതായത് സെയിം ആണെങ്കിൽ ഐ ഡോട്ട് ഐ ആണെങ്കിൽ 1 ആണ്, ജെ ഡോട്ട് ജെ ആണെങ്കിലും 1 ആണ്, കെ ഡോട്ട് കെ ആണെങ്കിലും 1 ആണ്. ഡിഫറെൻ്റ് ആണെങ്കിൽ എന്താണ്? 0 ആണ് വരിക. ഐ ഡോട്ട് ജെ ഈക്വൽ ടു 0, ഐ ഡോട്ട് കെ ഈക്വൽ ടു 0, കെ ഡോട്ട് ജെ ഈക്വൽ ടു 0, കെ ഡോട്ട് I equal to 0, j dot k equal to 0 and j dot I equal to 0. സെയിം ആണെങ്കിൽ, സെയിം യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ 1 വരും, ഡിഫറെൻറ്റ് യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എന്ത് വരും? 0 വരും. ഓക്കെ, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ലാംഡേൻ്റെ വാല്യൂ ഇവിടെ 3 ഇൻറ്റു 2 6, ബാക്കിയൊക്കെ 0 വന്നു. ദെൻ ലാംഡ ഇവിടെ ജെ ക്യാപ്പ് വന്നുകൊണ്ട് ലാംഡ ഇൻറ്റു 1 ലാംഡ, ഇവിടെ കെ ക്യാപ്പിൽ
1 into 8 8. Then അതിന് വാല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡേൻ്റെ വാല്യൂ 14 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി അല്ലേ 14 എന്ന് വരുന്നത് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ദെൻ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് 20th ക്വസ്റ്റ്യൻ ആണ്. 20th ക്വസ്റ്റ്യൻ എന്താണ്? അതിൽ 2 പാർട്ട് ഉണ്ട്. അതിൻ്റെ മുന്നേ ഇവിടെ നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പഠിക്കണം. ഇത് ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. P and Q are 2 statements forming the implication if P then Q, then we denote this implication by P implies Q. അതായത് 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. P and Q എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് ഫോം ചെയ്യുന്ന ഇംപ്ലിക്കേഷൻ ആണ് എന്ത്? if P then Q എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ, ഈ ഇംപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? P implies Q എന്ന് പറയും. മനസ്സിലായോ? അതായത് P എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, Q എന്ന് പറയുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. രണ്ടും ഒരു ഇംപ്ലിക്കേഷൻ ഫോം ചെയ്യാണ്. അതാണ് if P then Q എന്ന് പറയുന്നത്. then we denote this implication by P implies Q എന്ന് പറയും. then ഇനി എങ്ങനെയാണ്? P is a statement, then the negation of P is also a statement and it is denoted by negation P and read as not P. അതായത് P എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ നോക്കിക്കേ, if n is an odd number എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, n ഈസ് ആൻ ഓഡ് നമ്പർ. n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. സോ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിൻ്റെ നെഗേഷൻ ഓഫ് P എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്, ആൾസോ എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ നെഗേഷൻ P ആൻഡ് റീഡ് ആസ് നോട്ട് P. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലാണ് ഇത് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്. സോ അതിൽ വരുന്ന 2 ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് ഇത് രണ്ടും. ഓക്കെ, ദെൻ ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോൺവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇഫ് n ഈസ് ആൻ ഓഡ് നമ്പർ ദെൻ n സ്ക്വയർ ഈസ് ആൾസോ ആൻ ഓഡ് നമ്പർ. n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ n സ്ക്വയർ എന്തായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കണം അല്ലേ? കറക്റ്റ് അല്ലേ? n എന്ന് പറയുന്നത് ഇപ്പോൾ 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്. 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. 9 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഈ P എന്ന് പറയുന്നതും ട്രൂ ആണ്, n എന്ന് പറയുന്നതും ട്രൂ ആണ്. അപ്പോൾ ഇതിന്റെ കോൺവേഴ്സ് എങ്ങനെ എഴുതാൻ നോക്കാം. കോൺവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? if P then Q ആണെങ്കിൽ ആ 2 സ്റ്റേറ്റ്മെന്റ്, then the converse of the implication എന്ന് പറയുന്നത് എന്തായിരിക്കും? if P then Q is if Q then P. അതായത് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? if n is an odd number then n square is also an odd number എന്നല്ലേ പറഞ്ഞത്. അതായത് P implies Q എന്ന് പറയുന്നത് if P then Q ആയിട്ടായിരുന്നു വന്നത് അല്ലേ? P എന്ന് പറയുന്നത് എന്താണ്? n is an odd number എന്ന് പറയുന്നതാണ് P. n square is also an odd number എന്ന് പറയുന്നത് എന്താണ്? Q ആണ്. പക്ഷേ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ if P then Q എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഇംപ്ലിക്കേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കോൺവേഴ്സ് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? if Q then P എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പൊ എന്താണ്? if P then Q എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? Q എന്ന് പറയുന്നത് എന്തായിരുന്നു? n square is also an odd number. P എന്ന് പറയുന്നത് n is an odd number. അപ്പൊ ആദ്യം Q വരിക, ആദ്യം Q എഴുതിയിട്ട് പിന്നെ P എഴുതുക. അപ്പൊ എന്ത് വരും? if n square is an odd number, n square എന്ന് പറയുന്നത് ഒരു odd number ആണെങ്കിൽ then n is also an odd number. if n square is an odd number then n is also an odd number എന്ന് പറയാം. അതായത് if Q then P എന്നുള്ള ഫോമിലാണ് കോൺവേഴ്സ് എഴുതാം. മനസ്സിലായോ? അതായത് if P then Q എന്നാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കോൺവേഴ്സ് എങ്ങനെയാണ് എഴുതുക? if P then Q ആണെങ്കിൽ കോൺവേഴ്സ് ആവുമ്പോൾ if Q then P എന്നാണ് എഴുതുക. ക്ലിയർ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? if P then Q എങ്ങനെയായിരുന്നു? if n is an odd number then
n സ്ക്വയർ ഈസ് ഓൾസോ ആൻ ഓഡ് നമ്പർ എന്നായിരുന്നു. അപ്പോൾ കോൺവേഴ്സ് എഴുതുമ്പോൾ ആദ്യം q വരും, പിന്നെ p വരും. അപ്പോൾ എന്ത് വരും? q എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇഫ് n സ്ക്വയർ ഈസ് ഓഡ് നമ്പർ ആയിരുന്നു. അപ്പോൾ ഇഫ് q then p എന്ന് എഴുതുമ്പോൾ ഇഫ് n സ്ക്വയർ ഈസ് ആൻ ഓഡ് നമ്പർ then n ഈസ് ഓൾസോ ആൻ ഓഡ് നമ്പർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? കോൺട്രാ പോസിറ്റീവ് എഴുതാനാണ് ഈ സ്റ്റേറ്റ്മെന്റിനെ. ഇഫ് n ഈസ് ഡിവിസിബിൾ ബൈ 6 then it is divisible by 3. അതായത് ഇഫ് എ നമ്പർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 6 ആണെങ്കിൽ അത് 3 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? ഇഫ് p and q are two statements then the contrapositive of the implication if p then q എന്ന് പറയുന്നത് എന്തായിരിക്കും? if negation q then negation p. negation q എന്ന് നമ്മൾ എങ്ങനെയാ വായിക്കുക? സോറി, negation p എങ്ങനെയാ വായിക്കുക? നോട്ട് p എന്നായിരുന്നു അല്ലേ? അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ്. അതായത് ഇഫ് p then q ആണെങ്കിൽ if not q then not p. അവിടെയും എന്താണ്? പിന്റെയും ക്യൂവിന്റെയും അറേഞ്ച്മെന്റ് മാറുന്നുണ്ട്. കൂടെ എന്ത് വരും? നെഗേഷൻ കൂടെ വരും. അപ്പൊ എന്ത് വന്നു? ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 6. നമ്മളെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 6 then it is also divisible by 3 എന്നായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് വരും? കോൺട്രാ പോസിറ്റീവ് ആകുമ്പോൾ എന്ത് വരും? q ആദ്യം വരും, then p വരും. if p then q. അതിൻ്റെ കൂടെ എന്ത് വരും? നെഗേഷനും കൂടെ വരും. നെഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ്. അവിടെ എന്തായിരുന്നു? ഡിവിസിബിൾ ആയിരുന്നു. ഇവിടെ എന്താണ്? നോട്ട് ഡിവിസിബിൾ ആവും. നെഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു നോട്ട് എന്നുള്ള ടേമും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 6. അതായത് 3 കൊണ്ട് ഡിവിസിബിൾ അല്ല, അതുകൊണ്ട് അത് 6 കൊണ്ട് ഡിവിസിബിൾ അല്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 6 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആയിരുന്നു എന്നായിരുന്നു നമ്മളെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6 ആൻഡ് ഓൾസോ ഡിവിസിബിൾ ബൈ 3 ആയിരുന്നു. അപ്പോൾ ഇവിടെ കോൺട്രാ പോസിറ്റീവ് എഴുതുമ്പോൾ എന്ത് വരും? ഇഫ് നെഗേഷൻ q then നെഗേഷൻ p ആണ്. അപ്പോൾ എന്ത് വന്നു? ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3, q എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആദ്യം വരും, അതിൻ്റെ കൂടെ നെഗേഷനും വരും. നെഗേഷൻ എന്ന് പറയുന്നത് നോട്ട് എന്നുള്ള ടേമാണ് ആഡ് ചെയ്യേണ്ടത്. സോ if a number is not divisible by 3 then it is not divisible by 6. ഓക്കെ, അങ്ങനെയാണ് എന്ത് എഴുതുക? കോൺട്രാ പോസിറ്റീവ് എഴുതുക. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവ്, ഇത് കോൺവേഴ്സ്, ഇത് കോൺട്രാ പോസിറ്റീവ്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നമ്മളെ സെക്ഷൻ എയിലെ 1 to 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.